നമസ്കാരം. ഇറാന്റെ നാവിക കരുത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച അമേരിക്ക. ഇറാന്റെ പക്കലുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ IRIS ഷാഹിദ് ബഗേരി അമേരിക്കൻ സേന തകർത്തു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലാണ് ഡ്രോൺ വാഹിനിയായ ഈ കപ്പലിനെ US തകർത്തത്. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ ഇറാൻ മുക്കിയെന്ന് തെഹ്റാന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ മുക്കിയെന്ന ഇറാന്റെ അവകാശവാദം വെറും പ്രചരണം മാത്രമാണെന്നാണ് US പരിഹസിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ വ്യാജ സന്ദേശ യന്ത്രം പണി തുടരുകയാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ മുക്കി എന്നത് തെറ്റായ അവകാശവാദമാണ്. ഈ യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഏക വിമാനവാഹിനി ഇറാന്റെ ഡ്രോൺ കപ്പലായ ഷാഹിദ് ബഗേരി മാത്രമാണ് എന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. കൊമേഴ്ഷ്യൽ കപ്പലായിരുന്ന ഷാഹിദ് ബഗേരിയെ 2022 ഇറാൻ യുദ്ധക്കപ്പലാക്കി മാറ്റിയത്. ഹെലികോപ്റ്ററുകൾക്കും ഡ്രോണുകൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന 180 മീറ്റർ ഉയരമുള്ള റൺവേയാണ് ഇതിലുണ്ടായിരുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പിന്നാലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാൻ ഉപയോഗിച്ചിരുന്നത് ഈ കപ്പലായിരുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഇറാന്റെ 11 നാവിക കപ്പലുകളാണ് US മുക്കിയത്. യുദ്ധം തീരുന്നതിനെക്കുറിച്ച് കൃത്യമായ സമയക്രമം ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പുറത്തുവിട്ടില്ല. അതേസമയം കുവൈറ്റിൽ 3 അമേരിക്കൻ F-15 വിമാനങ്ങൾ തകർന്നു വീണത് ഫ്രണ്ട്ലി ഫയർ അപകടമാണെന്നും സ്ഥിരീകരിച്ചു. അബദ്ധത്തിൽ കുവൈറ്റ് സേനയുടെ തന്നെ വെടിയേറ്റാണ് വിമാനങ്ങൾ തകർന്നത്. പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട ഒരു അമേരിക്കൻ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും യുദ്ധത്തിൽ ഇതുവരെ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് അമേരിക്കയുടെ കണക്കുകൾ. എന്നാൽ 100 കണക്കിന് US സൈനികരെ വധിച്ചു എന്ന ഇറാന്റെ അവകാശവാദവും അമേരിക്ക തള്ളിക്കളയുകയാണ്. അതേസമയം ലോകത്തിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന് ഭീതി ശക്തമായി. ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും ലക്ഷ്യം വയ്ക്കുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ സീനിയർ അഡ്വൈസർ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരി മുന്നറിയിപ്പ് നൽകി. ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ പ്രതികാര നടപടികളുടെ ഭാഗമായാണ് ഇറാന്റെ ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചുവെന്ന് ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളിയിട്ടുണ്ട്. ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണെന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്ന ഔദ്യോഗിക വിവരം. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങളുടെ നാവികസേന സജ്ജമാണെന്നും US വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് ബദലായി സൗദി അറേബ്യയും UAEയും ചില പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം കയറ്റുമതിക്കും ഈ ജലപാതയല്ലാതെ മറ്റ് സുരക്ഷിത മാർഗങ്ങളില്ല. അതുപോലെ തന്നെ കടലിടുക്കിലെ ചെറിയ തടസ്സങ്ങൾ പോലും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഇന്ധനവിലയെ വൻതോതിൽ ബാധിക്കാം. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങൾ ലോകരാജ്യങ്ങൾക്ക് ഏറെ നിർണായകമാണ്. നേരത്തെ ഫെബ്രുവരിയിൽ ഇറാൻ നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്കിടയിൽ ഗതാഗതം നിയന്ത്രിച്ചപ്പോൾ തന്നെ ആഗോള വിപണിയിൽ എണ്ണവില 6% വർദ്ധിച്ചിരുന്നു. കടലിടുക്ക് പൂർണ്ണമായും അടച്ചാൽ ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ കാരണമായേക്കാം.